ഞങ്ങളൊരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. നീ പറയും അത്തരം ഒരു ഏജൻസിയും ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. സത്യം സത്യം. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഇവനിത് ഓവറാക്കും. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. സിഎം പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഹിന്ദുവിനെതിരെ കേസ് എടുക്കണ്ടേ? സിഎം ഹിന്ദു തെറ്റല്ലേ പറഞ്ഞത്, കള്ളമല്ലേ പറഞ്ഞത്? കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിന്റെ കാര്യങ്ങള്. അതിന് അവരും മാന്യമായ നിലപാടെടുത്തല്ലോ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ല, നിങ്ങള് ഇതൊന്നുമല്ല. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ. ഒരു PR ഏജൻസിയും ഞങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിവിടെ കുറെ നേരമായി വടിവിഴിഞ്ഞ പോലെ നിൽക്കുന്നത് താൻ കാണുന്നില്ലേ? ഞങ്ങളുടെ ഭാഗമായിട്ട് ഒരു PR ഏജൻസിയും പ്രവർത്തിക്കുന്നു. അപ്പൊ കേസ് വേണ്ടേ സിഎം? നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നത്? നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നല്ലേ? അപ്പൊ കേസ് വേണ്ടേ സിഎം? അപ്പൊ കേസ് വേണ്ടേ? അയ്യോ, അങ്ങനെ മാത്രം പറയരുതേ, എനിക്ക് ഭയങ്കര പേടിയാ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം.